ഹലോ ഫ്രണ്ട്സ്, ദ വിച്ച് എപ്പിസോഡ് 3 സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഇവൻ ഈ സ്കൂളിന് ശേഷം യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുന്നതും സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കേട്ടോ മെയിനായിട്ട് എടുക്കുന്നത്. ഇവരെ പഠിപ്പിക്കുന്ന സാറാണെങ്കിൽ എല്ലാവരെയും പരിചയപ്പെടുത്താൻ പറയുന്നതും ഡോജിനെയാണ് ഫസ്റ്റ് വിളിക്കുന്നത്. അപ്പോൾ ഇവനോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് ഇന്ന ജോലിക്കാണോ എന്നൊക്കെ, അതായത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ 2-3 ജോലിയൊക്കെയാണ് കിട്ടുക, അതൊക്കെയാണോ എന്ന് ചോദിക്കുമ്പോൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ എന്ന് ഇവനാണെങ്കിൽ അതിനൊന്നുമല്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാ താൻ ഇത് ഓപ്റ്റ് ചെയ്തതെന്ന് ചോദിക്കുന്ന സാറിനോട് എൻ്റെ ലൈഫിൽ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമുണ്ട്, അതിൻ്റെ ഉത്തരത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ കൊള്ളാലോ താൻ എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുന്ന ടൈമിലാണ് ക്ലാസ്സിലെ മറ്റൊരാൾ, അതായത് ഇവൻ്റെ ഫ്രണ്ടായ കിം ഉണ്ടായിരിക്കുമല്ലോ, ഇവനാണെങ്കിൽ അവിടെ നിന്ന് പുറത്തിറങ്ങാൻ നോക്കുന്നതും താൻ എന്താ ഈ പുറത്ത് പോകുന്നതെന്നൊക്കെ ചോദിച്ച് ആ ഒരു സീൻ അവിടെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇവൻ ആദ്യമായിട്ട് കിമ്മിനെ പരിചയപ്പെടുന്നത്. ഇവൻ്റെ അതേ ക്ലാസ്സിൽ പക്ഷേ ആരോടും മിണ്ടാതെ തനിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു സൈക്കോപാത്ത് പോലെയാണ് ഇവനെന്നൊക്കെ ഇവൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ പറയുന്നുണ്ട്. സംഭവം ശരിയായിരിക്കും, ഇപ്പോഴത്തെ ഒരു കിമ്മ അല്ല കേട്ടോ അന്നുണ്ടായിരുന്നത്. എന്തായാലും ഇവനെ കാണുന്ന ടൈമിൽ ദോജിന് ഓർമ്മ വരുന്നത് മിജോങ്ങിനെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവനാണെങ്കിൽ പിന്നീട് കിമ്മിൻ്റെ അടുത്തേക്ക് വന്ന് ഹായ് ഹലോ എൻ്റെ പേര് ദോജിൻ എന്ന എന്താ ഒറ്റയ്ക്ക് ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ നോക്കുമ്പോൾ ഇവൻ അവിടെ നിന്ന് എണീറ്റ് പോവാണ്. ഒന്നും മിണ്ടിയില്ലെന്ന് പറയുന്നതും പിന്നീട് മാക്സിമം കാണുന്ന ടൈമിലൊക്കെ തന്നെ ഇടിച്ചു കയറി കിമ്മിനോട് സംസാരിക്കാൻ നോക്കാറുണ്ട് ദോജിൻ. അതായത് പാർട്ട് ടൈം ജോലി കഴിയുന്ന ടൈമിൽ ക്ലാസ് കഴിഞ്ഞു പോകുന്ന കിമ്മിന് ഈ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ലഞ്ച് കഴിക്കാന്നൊക്കെ പറയുന്നതും ഒരു ദിവസം കിം അവിടെ ചോദിക്കുന്നുണ്ട് താൻ എന്തൊക്കെ ചോദിച്ചു വന്നാലും ഞാൻ തന്നോട് മിണ്ടാറില്ല എന്ന് മാത്രമല്ല മാക്സിമം അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ടും തനിക്ക് മനസ്സിലായില്ലേ ഈ ക്ലാസ്സിൽ മറ്റാരും എന്നോട് ഇങ്ങനെ സംസാരിക്കാറില്ല, അല്ല തനിക്ക് എൻ്റെ അടുത്ത് നിന്ന് എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ച് ചൂടാകുന്ന കിമ്മിനോട് എനിക്ക് തന്നെ കണ്ടപ്പോൾ ഒരാളെ ഓർമ്മ വന്നു. അന്ന് ഇതുപോലെ എനിക്ക് അയാളെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞില്ല, അത്രയ്ക്കും ധൈര്യമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല, ആ ഒരു മിസ്റ്റേക്ക് വീണ്ടും ഉണ്ടാവരുതെന്ന ഞാൻ വിചാരിക്കുന്നതെന്നൊക്കെ പറയുന്നതും പിന്നീട് ഇവർ രണ്ടുപേരും ഫുഡ് കഴിക്കുന്നത് കാണുന്നുണ്ട്. പക്ഷെ ഡിഫറെൻറ്റ് ടേബിളിലായിരിക്കും കേട്ടോ. അത്ര പെട്ടെന്നൊന്നും കിം അടുക്കുന്നില്ല. കിം ആണെങ്കിൽ നീ ഒരുപാട് പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ടല്ലേ, വീട്ടിൽ നല്ല ബുദ്ധിമുട്ടാണോ എന്നൊക്കെ പറയുമ്പോൾ പഠിക്കാനുള്ള പൈസയും പോക്കറ്റ് പൈസയൊക്കെ അമ്മ അയച്ചു തരുന്നുണ്ടെന്ന് പറയുന്ന ഇവനോട് പിന്നെ എന്തിനാ ഇത്രയും ജോലി ചെയ്യുന്നതെന്ന് കിം ചോദിക്കുമ്പോൾ ഇത് മറ്റൊരാൾക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് വരാനുള്ള പൈസയാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അയാൾക്കാന്ന് പറയുന്നതും മിജോങ്ങിനെയാണ് കേട്ടോ ഇവൻ ഉദ്ദേശിക്കുന്നത്. ഭക്ഷണമാണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് കഴിച്ചിട്ട് ഈ ഏപ്രൺ എടുത്തിട്ട് ഇവൻ അങ്ങ് അണിയുന്നുണ്ട് കേട്ടോ. ഇവിടെ എനിക്ക് പാർട്ട് ടൈം ജോലി എന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതും കിം ആണെങ്കിൽ ആകെ വണ്ടർ അടിച്ചത് നോക്കി നിൽക്കുന്നുണ്ട്. പിന്നീട് ഇവർക്ക് ഇങ്ങനെ ഒരു റിസർച്ചിന് വേണ്ടിയിട്ട് ഓരോ പേപ്പേഴ്സൊക്കെ സെലക്ട് ചെയ്യുക കേട്ടോ. ക്ലാസ് കഴിഞ്ഞ് പോകുന്ന ടൈമിൽ ഈ ദോജിൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ കിമ്മിനെ അവോയ്ഡ് ചെയ്യുമ്പോൾ ഇവനാണെങ്കിലും നമുക്ക് ഒരുമിച്ച് പോകാമെന്നൊക്കെ പറയുമ്പോൾ കിം ആണെങ്കിൽ ഇവൻ്റെ ഫയൽസ് കാണുന്നുണ്ട്, അതിൽ വിച്ചിനെ പറ്റിയിട്ടായിരിക്കും ഇവൻ റിസർച്ച് ചെയ്യുന്നത്. അപ്പോൾ കിം ആണെങ്കിൽ എനിക്കൊരു പാർട്ട് ടൈം ജോലി കിട്ടുമെന്ന് ചോദിക്കുന്നതും അതിനെന്താ എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യാലോ, നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും സെറ്റായിട്ടുണ്ടായിരിക്കും കേട്ടോ. പിന്നീട് വെക്കേഷന് ഇവൻ വീട്ടിലേക്ക് വരുന്നതും അമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമൊക്കെ ഉണ്ടാകുന്നുണ്ട്. കിസ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഈ പണ്ടത്തെ ചെറിയ പയ്യനല്ല എന്നൊക്കെ ഇവൻ പറയുന്നതും ഇവൻ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ തന്നെ അമ്മ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ഞാൻ പാർട്ട് ടൈം ജോലി ചെയ്യാറുണ്ടെന്ന് പറയുമ്പോൾ എന്തിന്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നീ പഠിത്തത്തിൽ ശ്രദ്ധിക്കുക, ആവശ്യത്തിനുള്ള പണമൊക്കെ ഞാൻ അയച്ചു തരുന്നില്ലെന്ന് പറയുന്നതും പിന്നീട് ഫ്രണ്ട്സിനെയൊക്കെ പറ്റി ചോദിക്കുന്ന ടൈമിൽ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ അങ്ങനെ സംസാരിക്കത്തില്ല, ഈ ഒഴിഞ്ഞു മാറി നടക്കുന്ന പ്രകൃതക്കാരനാണെന്നൊക്കെ പറയുന്ന ഇവനാണെങ്കിൽ പക്ഷേ ആളെ കാണുമ്പോൾ എനിക്ക് മറ്റൊരാളെ ഓർമ്മ വരുന്നുണ്ടെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന അമ്മയാണെങ്കിൽ ആരേനെന്ന് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഉണ്ടെന്ന് പറയുന്ന ഇവനാണെങ്കിൽ പിന്നീട് റൂമിലേക്ക് പോകുന്നതും പണ്ട് ഇവനെടുത്ത ആ ഫോട്ടോസൊക്കെ അവിടെ ഉണ്ടായിരിക്കും. അത് നോക്കുന്ന ടൈമിലാണ് മിജോഗിൻ്റെ ഫോട്ടോസ് കാണുന്നതും ഇവനിങ്ങനെ ഇവളെ നോക്കി നിൽക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് അമ്മ വരുന്നതും ഇവനോട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഈ ഡ്രൈ ക്ലീൻ ചെയ്യുന്ന ആളില്ലേ, ആളുടെ മകൻ ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലാണെന്നൊക്കെ പറയുമ്പോൾ അയ്യോ ആ പയ്യൻ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന മകനോട് അമ്മ പറയുന്നുണ്ട് ഒന്നും പറയണ്ട, നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു വിച്ച് എന്ന് പറയുന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ, ആ പെൺകുട്ടി കാരണം സംഭവിച്ചെന്ന് പറയുന്നതും ഇതിനെപ്പറ്റി അമ്മയ്ക്ക് അറിയായിരുന്നു എന്നാണ് കേട്ടോ മകൻ അവിടെ ചോദിക്കുന്നത്. അത് കൊള്ളാം, ഈ നാട്ടിൽ ഞാൻ അറിയാത്ത എന്ത് കാര്യമുള്ളതെന്നൊക്കെ പറയുന്ന അമ്മയാണെങ്കിൽ ആ പെൺകുട്ടി വിച്ചാണെന്നൊക്കെ പറയുമ്പോൾ ഇവൻ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഒന്നും അറിയാതെ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല അമ്മയെന്ന് പറഞ്ഞ് ഇവൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണല്ലോ പഠിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തിൽ ഇത്ര പേര് ജനിക്കുന്നുണ്ട്, ഇത്ര പേര് മരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് വലിയ ഒരു ഫിലോസഫി ഇറക്കുന്ന ദോജനാണെങ്കിൽ അതുകൊണ്ട് അവളൊരു വിച്ചൊന്നുമല്ല, ഇത് കോയിൻസിഡൻസ് ആയിട്ട് സംഭവിക്കുന്നതാണെന്നൊക്കെ പറയുന്നതും ഇത് കേൾക്കുന്ന അമ്മയാണെങ്കിൽ ആകെ ഷോക്ക് ആകുന്നുണ്ട് കേട്ടോ. ആ കുട്ടിക്ക് ആകെ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അച്ഛനും മരിച്ചു, പാവം കുട്ടി ഒറ്റയ്ക്കായി പോയി എന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിൽ ധൃതി പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുന്നതും നീ ഇത് എങ്ങോട്ടാ പോകുന്നത്, ആ പെൺകുട്ടി ഇവിടെ നിന്ന് പോയി എന്ന് പറയുമ്പോൾ ഇവൻ വീണ്ടും ഷോക്ക് ആവുകയാണ് ചെയ്യുന്നത്. അമ്മയാണെങ്കിലും ആ ഒരു ഇൻസിഡന്റിന് ശേഷം ഇവിടെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു, മീറ്റിങ്ങിൽ എല്ലാവരും ഈ പെൺകുട്ടിയെ ഈ നാട്ടിൽ നിന്നും പറഞ്ഞയക്കണം എന്നാണ് തീരുമാനിച്ചതെന്നൊക്കെ പറയുന്നതും ഇതൊക്കെ കേൾക്കുന്ന ദോജനാണെങ്കിൽ ഓടിയിട്ട് ഇവളുടെ വീട്ടിലെത്തുമ്പോൾ അവിടെ ആരും ഉണ്ടായിരിക്കും
സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ഈ റിസർച്ച് ചെയ്തിട്ട് തയ്യാറാക്കി കൊണ്ടുവന്ന പേപ്പർ ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് പറന്നു പോകുന്നതും ഇവൻ കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും എന്തിനാ കരയുന്നതെന്ന് പോലും അറിയാതെ ഞാൻ കരഞ്ഞിട്ടുണ്ടായിരിക്കുക. ഒരു പക്ഷേ അത് ഇതുവരെ പറയാതെ പോയ ഒരു വൺ സൈഡ് ലവിൻ്റെ ഒരു വേദനയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞ് ഇവനാണെങ്കിലും ഞാൻ എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നപ്പോൾ നീ ഇവിടുന്ന് പോയി, ഞാൻ വീണ്ടും ലേറ്റായി എന്ന് പറഞ്ഞ് കരയുന്നൊരു സാഡ് സീനാണ് അവിടെ കാണിക്കുന്നത്. പിന്നീട് ഇവൻ തിരിച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുന്നതും ഇവനെ പ്രൊഫസർ വിളിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇവൻ ഈ വിച്ചിനെ പറ്റിയിട്ടുള്ള ഫയൽസ് ആയിരിക്കുമല്ലോ റെഡിയാക്കിയിട്ടുണ്ടായിരിക്കുക. അതൊക്കെ വായിക്കുന്ന പ്രൊഫസർ ആണെങ്കിൽ ഇവനോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്തിന് ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നതെന്ന്. എന്താന്ന് ചോദിക്കുന്ന ദോജിനോട്, അല്ല സാധാരണ ഫസ്റ്റ് ഇയേഴ്സ് പിള്ളേരൊന്നും ഇങ്ങനെ പഠിക്കാറില്ല, ഇനി പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് നന്നായിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നല്ല ജോലി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. എന്നാൽ നീ ഫസ്റ്റ് ഡേ തന്നെ എന്നോട് പറഞ്ഞത് അതിനൊന്നും വേണ്ടിയിട്ടല്ല, വേറെ എന്തിനോ വേണ്ടിയിട്ടാണെന്നാണ്. പിന്നെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്നതെന്ന് ചോദിക്കുന്ന സാറിനോട് ദോജൻ ചോദിക്കുന്നുണ്ട്, എന്താ എനിക്ക് പഠിക്കാൻ പാടില്ലേ എന്ന്. അല്ല നീ ഒരു റിസർച്ച് പേപ്പർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതിലൊരു വിച്ചിനെ പറ്റി പറയുന്നുണ്ട്, അത് ഫിക്ഷണൽ കഥാപാത്രമാണോ അതോ ശരിക്കും ഉള്ളതാണോ എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും ഉള്ളതാണെന്ന് പറയുന്ന ഇവനോട്, ഓ അപ്പോൾ അതാണല്ലേ നീ ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യാൻ കാരണം ലൈഫിൽ സോൾവ് ചെയ്യാത്ത ഏതൊരു ക്വസ്റ്റിന് വേണ്ടിയിട്ടാണെന്നല്ലേ അന്ന് പറഞ്ഞത്, അതിതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുന്ന ദോജിനോട് ഇതിൽ ഒരുപാട് എറേഴ്സ് ഉണ്ടെന്ന് പ്രൊഫസർ പറയുന്നതും ഇവനാകെ ഷോക്കാകുന്നുണ്ട് കേട്ടോ. എന്ത് തെറ്റായി ഈ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്ന ദോജിനോട്, അതെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നീ ആദ്യം തന്നെ ഈ ഒരു പെൺകുട്ടി വിച്ചല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും റിസർച്ച് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നീ അതെല്ലാം ന്യായീകരിക്കുന്ന തരത്തിലാണ് ഓരോ കാര്യങ്ങളും കണ്ടെത്തിയിട്ടുള്ളത്. ഒരു റിസർച്ചർ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ വായിച്ച് ഇത് സോൾവ് ചെയ്യുന്ന ടൈമിൽ നിനക്ക് മനസ്സിലാകും ആ പെൺകുട്ടി ശരിക്കും ഒരു വിച്ചാണോ അല്ലയോ എന്ന്. അപ്പം എങ്ങനെയാ ഈ റിസർച്ച് പേപ്പർ ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യലെന്ന് പ്രൊഫസർ അവിടെ ചോദിക്കുമ്പോൾ പിന്നെ എന്താണ് ഇവൻ അവിടെ മറുപടി പറയുന്നതും. പിന്നീട് അങ്ങോട്ട് പുസ്തകത്തിലും സിസ്റ്റത്തിലൊക്കെ നോക്കി ഇവൻ നന്നായി പഠിക്കുന്നുണ്ട്, ഒരുപാട് പേപ്പേഴ്സ് ഒക്കെ റെഡിയാക്കുന്നുണ്ട്. അതായത് ഇവരുടെ ആ സ്കൂൾ ഗ്രാമപരിസരത്തൊക്കെ തന്നെ ആക്സിഡൻ്റ് ആണ് കൂടുതൽ നടന്നിട്ടുള്ളത്. അപ്പോൾ അടുത്തുള്ള സമീപ പ്രദേശങ്ങളിലൊന്നും തന്നെ അത് നടന്നിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും റോഡിൻ്റെ കംപ്ലയിൻ്റ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് ചെക്ക് ചെയ്യുന്ന ടൈമിൽ അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ മരണങ്ങൾ നടന്നിട്ടുള്ളത് ഈ നല്ല മഴയുള്ള സമയത്താണ്. അപ്പോൾ വെതർ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവൻ ഓരോന്നും സോൾവ് ചെയ്യുന്ന രീതിയിൽ സംശയമായിട്ടൊന്നും കാണുന്നില്ല എന്ന് മാത്രമല്ല ഈ ഒരു സന്ദർഭങ്ങളിലൊക്കെ തന്നെ കോമൺ ആയിട്ട് ഒരു ഫാക്ടറാണുള്ളത്, അത് മിൻജിയോങ് ആയിരിക്കും. അതായത് അപ്പോൾ മിൻജിയോങ് അവൾ ശരിക്കും വിച്ചാണോ എന്ന് ചോദിച്ച് കൺഫ്യൂസ്ഡ് അടിക്കുന്ന ദോജിനിയാണ് അവിടെ കാണിക്കുന്നത്. പിന്നീട് നല്ല മഴയത്ത് കിമ്മ് നോക്കുമ്പോൾ ഇവൻ മഴയും നനഞ്ഞ് അവിടെ ഇരിക്കുന്നത്, നീ എന്താ ഇവിടെ ഇരിക്കുന്നത്, പനി എങ്ങാനും വരത്തില്ലെന്ന് ചോദിക്കുന്ന കിമ്മിനോട് ഇവനാണെങ്കിൽ കരഞ്ഞിട്ട്, ഞാൻ ചെയ്ത പേപ്പേഴ്സൊക്കെ തെറ്റായിരുന്നു, ഞാൻ ആലോചിച്ചു കൂട്ടിയ കാര്യങ്ങളെല്ലാം റോങ് ആയിരുന്നു, എനിക്ക് ഇതുവരെയും ഒരു വഴി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് കരയുന്ന ദോജിനിയാണ് കാണിക്കുന്നത്. കിമ്മാണെങ്കിലും ഇവൻ്റെ ആ കൊട ഇവനിങ്ങനെ നീട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവർ അത്യാവശ്യം സീനിയേഴ്സ് ആകുന്നതും സിവിൽ സർവൻ്റ് എക്സാം ആണ് കിം അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ അവൻ ഒരു പോലീസ് ഓഫീസർ ആകുന്നുണ്ട്. പ്രൊഫസറുടെ ഒരു സ്പെഷ്യൽ റെക്കമെൻഡേഷൻ വഴി ഇവൻ ഒരു നല്ല കമ്പനിയിൽ ഡാറ്റ മൈനറായിട്ടും ജോലി ഏറ്റെടുക്കുന്നുണ്ട്. രണ്ടുപേർക്കും അത്യാവശ്യം തിരക്കായതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ കാണുന്നത് അങ്ങനെ കുറവായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എല്ലാം സ്മൂത്തായിട്ട് പോകുമ്പോൾ ഇവൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ വരുന്നത്. പിന്നീട് അമ്മ ഹോസ്പിറ്റലൊക്കെ ആയിരിക്കും. അമ്മ ഇവൻ കാണാൻ വരുന്ന ടൈമിൽ അമ്മയുടെ മുടിയൊക്കെ പോയിട്ടുണ്ടായിരിക്കും. അമ്മ ഒരു വിഗ്ഗാണ് കേട്ടോ വെക്കുന്നത്. അതിലൂടെ തന്നെ അമ്മയുടെ ഒരു കണ്ടീഷൻ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇത് നന്നായിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്ന അമ്മയോട് നന്നായിട്ടുണ്ടെന്ന് മകൻ പറയുന്നതും, ഞാൻ പറഞ്ഞ കാര്യം അവർ കാണാതെ കൊണ്ടുവന്നിട്ടില്ലേ എന്നാണ് അമ്മ അവിടെ ചോദിക്കുന്നത്. അതായത് അമ്മ ഡ്രിങ്ക്സ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവൻ സോജുവായിട്ടായിരിക്കും അങ്ങോട്ട് വന്നിട്ടുള്ളത്. പിന്നീട് ഇവർ രണ്ടുപേരും ഡ്രിങ്ക്സ് അടിക്കുന്ന ടൈമിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ എന്തു പറഞ്ഞാലും നടത്തി തരൂ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ലോകം മൊത്തം ചുറ്റിക്കാണണം എന്ന് പറയുന്ന അമ്മയോട് അസുഖമൊന്ന് ഭേദാകട്ടെ നമുക്ക് പോകാമെന്ന് പറയുന്നതും, ഞാൻ ചുമ്മാ പറഞ്ഞതാടാ അതിനൊരുപാട് പൈസ വേണമെന്ന് പറയുന്ന അമ്മയോട് ഇപ്പോൾ അത്യാവശ്യത്തിന് പൈസയൊക്കെ ഞാൻ സമ്പാദിക്കുന്നുണ്ടെന്നാണ് കേട്ടോ ദോജൻ അവിടെ പറയുന്നത്. പിന്നീട് അമ്മയാണെങ്കിൽ അവിടെ ഒരു ചർച്ച് കാണുമ്പോൾ എനിക്ക് ചർച്ചിലേക്ക് പോകണമെന്ന് തോന്നുന്നത്, കാരണം എൻ്റെ ജീവിതം അവസാനിക്കാറായി എന്നൊക്കെ പറഞ്ഞ് സാഡ് ആകുന്ന ടൈമിൽ ദോജനാണെങ്കിൽ അമ്മ എന്തൊക്കെയാണ് പറയുന്നത്, ഒന്നും സംഭവിക്കത്തില്ല എന്നൊക്കെ പറയുന്നതും അമ്മയാണെങ്കിലും എത്രയും പെട്ടെന്ന് നമ്മുടെ വീടും അതുപോലെ ഷോപ്പും വിൽക്കണം എന്ന് പറയുമ്പോൾ എന്തിന് അസുഖം മാറി അമ്മ അങ്ങോട്ട് വരുന്നത്, വീട്ടിലേക്ക് തന്നെയല്ലേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്ന മകനോട്, അല്ല മോനെ എല്ലാം ചെയ്യണം, എനിക്ക് ഇവിടുന്ന് പോകുമ്പോൾ സമാധാനമായിട്ട് പോകണം എന്നൊക്കെ അമ്മ പറയുന്ന ടൈമിൽ ഇവൻ അങ്ങ് വിഷമം വരുന്നുണ്ട്. അമ്മയാണെങ്കിൽ എന്നാലും നമ്മൾ ഭയങ്കര ലക്കിയാണ് മോനെ എന്ന് പറയുമ്പോൾ എന്ത് ലക്ക്, അമ്മയ്ക്ക് ഇങ്ങനെ അസുഖം വന്നതാണോ ലക്കെന്ന് ചോദിക്കുന്ന മകനോട്, അല്ല നിൻ്റെ അച്ഛൻ മരിച്ചത് പെട്ടെന്നായിരുന്നു, ഒരു സ്പോട്ടിലായിരുന്നു, എന്നാൽ എൻ്റെ കേസ് അങ്ങനെയല്ലല്ലോ, നമുക്ക് ഇത്രയും സമയം കിട്ടിയില്ലേ എന്ന് പറയുന്ന അമ്മയാണെങ്കിൽ ചെറുപ്പത്തിൽ നമ്മുടെ അയൽക്കാരി മരിച്ച സമയത്ത് ഈ പൂക്കൾ കൊണ്ടുണ്ടാക്കിയ ഈ പല്ലക്കിലായിരുന്നു അവരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പം നീ ചോദിച്ചു എന്തിനാ അങ്ങനെ കൊണ്ടുപോകുന്നതെന്ന്. ഞാൻ പറഞ്ഞു അത് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണെന്ന്. അച്ഛൻ മരിച്ച ടൈമിലും നീ അത് ചോദിച്ചിരുന്നു.
സ്വർഗത്തിലേക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് ഈ പെട്ടിയൊക്കെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ ടൈമിൽ നീ അന്ന് എന്താ പറഞ്ഞതെന്നറിയോ? അമ്മ മരിക്കുന്ന ടൈമിലും ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാട്ടോ, അപ്പം അമ്മയ്ക്കും സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുമല്ലോ എന്നാണ്. എന്തായാലും നീ ഭയങ്കര സ്നേഹമുള്ള കുട്ടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അമ്മ ചിരിക്കുമ്പോൾ ഇവനങ്ങ് വിഷമം വരുന്നുണ്ട്. അന്ന് പറഞ്ഞ വാക്ക് നീ അത് പാലിക്കത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നതും അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഇമോഷണൽ സീനാണ് അവിടെ കാണിക്കുന്നത്. അമ്മ പറഞ്ഞതനുസരിച്ച് ഈ വീടും ഷോപ്പും വിൽക്കാൻ വരുന്ന ദോജനാണെങ്കിലും വീട് വിൽക്കേണ്ടെന്ന് ഇയാളോട് പറയുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലെന്ന് പറയുന്ന ഇയാളാണെങ്കിൽ അല്ല അപ്പം മറ്റേ വീട് വിൽക്കുന്നില്ലേ എന്നാണ് അവിടെ ചോദിക്കുന്നത്. ഏത് വീടെന്ന് ചോദിക്കുമ്പോൾ അല്ല ഇവിടെ ഒരു വിച്ചെന്നോ അങ്ങനെ എന്തോ ഒരു പേരുള്ള പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ, അവരുടെ വീടും സ്ഥലവും ഒക്കെ നിങ്ങളുടെ അമ്മ വാങ്ങിയിരുന്നു. ഓ നിങ്ങളുടെ അമ്മ എന്ത് നല്ല സ്നേഹമുള്ള സ്ത്രീയാണ്, വളരെ സങ്കടം തോന്നിയിട്ടൊക്കെ ആയിരിക്കും അത് വാങ്ങിയത്, അത് വിൽക്കേണ്ടതെന്ന് ചോദിക്കുന്ന ടൈമിലാണ് ഇങ്ങനെ ഒരു കാര്യം അമ്മ ചെയ്തിരുന്നു എന്ന് ദോജൻ മനസ്സിലാക്കുന്നത്. പിന്നീട് അമ്മയുടെ അവസ്ഥ വളരെ മോശമാകുന്ന ടൈമിൽ കൂടെയുള്ള ദോജനാണെങ്കിൽ അമ്മ അങ്ങനെ മരിക്കാനൊന്നും പോകുന്നില്ല, ഡോക്ടർ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ച് 100% ഒരു കേസൊന്നുമില്ല, അപ്പോഴും അവിടെ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ടാകും എന്നൊക്കെ പറയുന്ന ഇവനാണെങ്കിൽ പിന്നീട് അമ്മയോട് ആ മിജോങ്ങിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. അമ്മ എന്തിനാ വീട് വാങ്ങിയെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അന്ന് ആ പെൺകുട്ടിയെ ആ നാട്ടിൽ നിന്നും പുറത്താക്കാൻ ഞാനും അവരുടെ കൂടെ നിന്നിരുന്നു എന്ന് പറയുന്നതും പാസ്റ്റിലെ ഒരു സീനാണ് കാണിക്കുന്നത് കേട്ടോ. അതായത് ഈ ആളുകളൊക്കെ മിജോങ്ങിനെ പറ്റി പറയുന്നത് അമ്മയും കേൾക്കുന്നുണ്ടല്ലോ. അതിനുശേഷം മകൻ്റെ റൂം ക്ലീൻ ആക്കുന്ന ടൈമിലാണ് ഇവളുടെ ഈ ഫോട്ടോസ് അമ്മ കാണുന്നതും അമ്മയ്ക്ക് നല്ല ടെൻഷൻ അടിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇവളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം ഇവരൊരു മീറ്റിംഗ് വെക്കുന്നതും ഇവളെ പുറത്താക്കണം എന്നൊക്കെ പറയുമ്പോൾ അവിടെ ആകെയുള്ള ഒരു ആണൊരുത്തനാണെങ്കിൽ അയാൾ മരിച്ചത് മകള് കാരണമൊന്നുമല്ല, ഇത് പിന്നെ അങ്ങനെ കോയിൻസിഡൻസ് ഒക്കെ ആയിരിക്കും എന്ന് പറയുന്നതും ആഹാ ഇപ്പം നിങ്ങൾ കാലു മാറുകയാണോ, ആദ്യം ഇങ്ങനെയൊന്നല്ലല്ലോ തീരുമാനിച്ചെന്നൊക്കെ പറയുന്ന ടൈമിൽ ഇവൻ്റെ അമ്മയാണ് മുന്നോട്ട് വന്നിട്ട് നമുക്കിവിടെ സമാധാനമായിട്ട് ജീവിക്കണം, എൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം നിങ്ങൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, നമുക്ക് അതേ ഒരു ലെവലിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല, അതുകൊണ്ട് ആ പെൺകുട്ടിയോട് എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് പോകാമെന്ന് പറയാമെന്നൊക്കെ പറഞ്ഞ് ഇവളുടെ വീട്ടിലേക്ക് പോകുന്നതും ഈ പെൺകുട്ടിയെ കാണുന്ന ടൈമിൽ അമ്മയ്ക്കൊരു സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആരുമില്ല, അതുപോലെ ഇവളെ കാണുമ്പോൾ തന്നെ ഒരു വിഷമമൊക്കെ തോന്നും. ഇവൻ്റെ അമ്മ മിജോങ്ങിനോടൊന്നും പറയുന്നില്ല, പകരം കൂടെ വരുന്ന ലേഡീസ് ആണെങ്കിൽ ഞങ്ങളുടെ മകനെ ഒന്നും അബദ്ധവശാൽ പോലും കണ്ടുപോകല്ലേ എന്നൊക്കെ പറയുന്നതും. അപ്പോൾ ഇവളാണെങ്കിലും ഞാൻ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോവുകയാണെന്ന് പറയുമ്പോൾ അത് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കുമെന്നാണ് കൂടെയുള്ള ലേഡീസ് ചോദിക്കുന്നത്. അപ്പോൾ ദോജിൻ്റെ അമ്മയാണെങ്കിലും ആ പെൺകുട്ടി പോവാന്ന് പറഞ്ഞില്ലേ, അപ്പോൾ പൊക്കോളുന്നോണ പറയത്തില്ല എന്ന് പറഞ്ഞ് ഇവരെയും കൂട്ടി അവിടെ നിന്നും പോകുന്നുണ്ട്. അന്ന് നൈറ്റിൽ, അതായത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് കാണിച്ച സീൻ, ഇവൾ പെട്ടിയും ബാഗൊക്കെ എടുത്ത് പോകാൻ നിൽക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് ദോജിൻ്റെ അമ്മ വരുന്നതും. ഇവിടുന്ന് ബസ്സൊന്നും ഇല്ലല്ലോ, എങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ കൊണ്ടാക്കാമെന്ന് പറയുമ്പോൾ ആദ്യം വേണ്ടാന്ന് ഇവൾ പറയുന്നുണ്ടെങ്കിലും അമ്മ ഇവിടെ നിർബന്ധിച്ച് വണ്ടിയിൽ കയറ്റുന്നുണ്ട്. എങ്ങോട്ടാണ് പോകുന്നത്, വല്ല ഫ്രണ്ട്സ് ഉണ്ടോ വല്ല റിലേറ്റീവ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നത് കേൾക്കുന്ന അമ്മയ്ക്ക് നല്ല വിഷമമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ആളുടെ മകൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ അവൾ ആ നാട്ടിൽ നിന്ന് പോകാൻ ഞാനൊരു കാരണക്കാരിയാണെന്ന് വിഷമത്തോട് പറയുന്ന അമ്മയോട് ആ ഒരു സങ്കടത്തിലാണ് ആ വീടും സ്ഥലമൊക്കെ വാങ്ങിയത് മകൻ അവിടെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ വിൽക്കാൻ വെച്ച സമയത്ത് അത് വാങ്ങുമ്പോൾ അവളെ മീറ്റ് ചെയ്യാം, അവളോട് സോറി പറയണം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ആ വീട് വാങ്ങിയതിന് ശേഷം അവളെ ഇങ്ങോട്ട് വരുത്താമെന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷേ എനിക്ക് അവളെ കാണാൻ കഴിഞ്ഞില്ല മോനെ എന്ന് പറയുന്ന അമ്മയാണെങ്കിൽ ഞാൻ മരിച്ചതിന് ശേഷം നീ എന്തെങ്കിലും അവളെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഒരു സോറി അവളോട് പറയണം എന്നൊക്കെ പറയുന്ന അമ്മയാണെങ്കിൽ നിങ്ങൾ വിധിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും മീറ്റ് ചെയ്യുമെന്ന് ഇവനോട് പറയുന്നുണ്ട്. ഇവനാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അമ്മയെ ഹഗ് ചെയ്യുന്നതും പിന്നീട് അമ്മ മരിക്കുന്നുണ്ട് കേട്ടോ. ഇവൻ്റെ അടുത്തേക്ക് വരുന്ന കിമ്മാണെങ്കിൽ അടുത്ത ആളുകളേക്ക് അറിയിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിലും ഈ ക്യാമറയുണ്ടല്ലോ അതെൻ്റെ അച്ഛൻ ഉപയോഗിച്ചിരുന്നതാണ്, ഇതിൻ്റെ ഫേവറേറ്റ് ആണ്, ഇത് ഉപയോഗിച്ച് പട്ടിയുടെയും പൂച്ചയുടെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെയും അങ്ങനെ എല്ലാ ഫോട്ടോസും ഞാൻ എടുക്കും, പക്ഷേ ഇപ്പോൾ ഞാൻ ഈ ആൽബം നോക്കുമ്പോഴാണ് എൻ്റെ അമ്മയുടെ ഒറ്റയ്ക്കുള്ള ഒരു ഫോട്ടോ പോലും ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ ആകെ ഇമോഷണലായിട്ട് കരയുന്നൊരു സാഡ് സീനാണ് കാണിക്കുന്നത്. അതായത് അമ്മ മരിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, അമ്മ പറഞ്ഞതുപോലെ തന്നെ ഈ ഫ്ലവേഴ്സൊക്കെ വിരിച്ചിട്ടുള്ള ഒരു പല്ലക്കിലാണ് കേട്ടോ അമ്മേനെ കൊണ്ടുപോകുന്നത്. ആ ടൈമിൽ അമ്മയായിട്ടുള്ള മുന്നത്തെ സീനുകളൊക്കെ ഇവൻ ആലോചിക്കുന്നതും എൻ്റെ അമ്മ എനിക്കെന്നും പ്രിയപ്പെട്ടതായിരുന്നു എന്ന് പറയുന്ന ദോജിനെയാണ് അവിടെ കാണിക്കുന്നത്. പിന്നീട് ഇവൻ ഓർമ്മ വരുന്നുണ്ട്, അതായത് ഇവളുടെ വീട്ടിൽ നിന്ന് പോയ ടൈമിൽ ആ ഒരു റിസർച്ചിൻ്റെ പേപ്പേഴ്സൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. പിന്നാലെ വരുന്ന അമ്മയാണെങ്കിൽ ആ പേപ്പേഴ്സൊക്കെ എടുത്ത് അതിൻ്റെ ചുളിവുകളൊക്കെ മാറ്റി അതൊക്കെ വായിക്കുന്നുണ്ട് കേട്ടോ. അമ്മ എൻ്റെ ഈ റിപ്പോർട്ട് വായിച്ചിരുന്നു എന്ന് മനസ്സിലാകുന്നത് അമ്മയുടെ ആ കൈയിൻ്റെ അടയാളമൊക്കെ ഈ പേപ്പേഴ്സിൽ വ്യക്തമായി കാണാമെന്ന് പറയുന്ന ദോജനാണെങ്കിൽ ഈ ഒരു പേപ്പേഴ്സ് ഞാൻ തയ്യാറാക്കിയതൊക്കെ തന്നെ പൊട്ടത്തരങ്ങളാണ്, എന്നാൽ ഇതൊക്കെ വായിച്ചിരുന്ന എൻ്റെ അമ്മ വിശ്വസിച്ചിട്ടുണ്ടായിരിക്കും അവളൊരു വിച്ചല്ല എന്ന്. എന്നെപ്പോലെ അത് വിശ്വസിക്കുന്നത് അമ്മ മാത്രമായിരിക്കും എന്ന് പറയുന്നതും പാസ്റ്റിലൊരു സീനാണ് കാണിക്കുന്നത്. അതായത് ഇവൻ ഇവളെ ഫോളോ ചെയ്തു പോയ ടൈമിൽ മിജോങ് ആണെങ്കിൽ ഈ ക്യാറ്റിനോട് സംസാരിക്കുന്നുണ്ട്, ആളുകൾ ഒന്നുമില്ലാത്തൊരു ലോകത്തേക്ക് എനിക്ക് പോകാൻ കഴിയുമെന്നൊക്കെ. അപ്പോൾ ഈ ടൈമിൽ ഇവൻ അവിടെ പറയുന്നത് നീ ഒരു വിച്ചല്ല, അങ്ങനെ വിച്ചാകാൻ ഞാൻ സമ്മതിക്കില്ല, എൻ്റെ അമ്മ അവസാനം നീ വിച്ചല്ല എന്ന് വിശ്വസിച്ചതുപോലെ തന്നെ ഞാൻ നിന്നെ അങ്ങനെ ആക്കത്തില്ല എന്ന് പറയുന്ന ദോജിനെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.